മമ്മൂക്കയ്ക്ക് പ്രായമാകുന്നില്ല. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു നടനാണ്. അങ്ങനെ വാതോരാതെ കുറെ പേര് പറയുന്നുണ്ട്. പക്ഷെ ചെറുപ്പമോ അല്ലെങ്കിൽ പ്രായം കൂടുതലോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കഴിവ്. അദ്ദേഹത്തിന്റെ പ്രതിഭ എന്ന് പറഞ്ഞ അഭിനയമാണ്. അഭിനയത്തിന്റെ സിദ്ധനാണ് അദ്ദേഹം. അഭിനയത്തിന്റെ കൊടുമുടിയാണ് മമ്മൂക്ക. അപ്പൊ മമ്മൂക്കയുടെ ഒരു മാഷപ്പ് വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഞെരിപ്പാണ് മക്കളെ, ഞെരിപ്പാണ്. ഒരു ത്രില്ലാണ് മമ്മൂക്ക ഒരു ത്രില്ല്. കാണാം, കേൾക്കാം, കാണാം, കേട്ടോട്ടെ. എവിടുന്ന് തലോട്ടപ്പം മേളിൽ ആരാണ്ടിന്റെയും സുവിശേഷം കേട്ടോണ്ടിരിക്കണേ. അതെങ്ങനെയാണ്? അപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത പുണ്യാളനാണ്. ഔട്ട്സൈഡ് കേരള അതികാര്യമായിട്ട് മലയാളത്തിന് ഓടുന്നില്ല. മലയാള സിനിമയല്ല ഒരു സെക്സിന്റെ അട്രാക്ഷൻ ഉള്ള പടമാണെന്നുള്ള ഇതിൽ വന്നു. അപ്പൊ അതിനൊരു മാറ്റം വരണം നമ്മൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് നമ്മൾ ആ കേസ് ഞാൻ തീർപ്പാക്കിയതാണല്ല. കാണാത്ത നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. മലയാള സിനിമയെ നാഷണൽ ലെവലിലോട്ട് എത്തിച്ച ആദ്യത്തെ വ്യക്തി ശ്രീ മമ്മൂട്ടി. ചെമ്പിന്റെ മുത്ത് മലയാളത്തിന്റെ സ്വത്ത്, തലമുറകളുടെ താരമാണ്. ഇത്രയും അപ് ടു ഡേറ്റ് ജീവിതം സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ലോകത്തെ അദ്ദേഹം കണ്ടിട്ടില്ലാത്ത രാജ്യങ്ങൾ ഇനി ഉണ്ടോന്ന് എനിക്കറിയില്ല. വൺ ഓഫ് ദി വേൾഡ്സ് ഫൈനസ്റ്റ് ആക്ടേഴ്സ് ആണ്. ഇന്നും അടുത്തുപോലും ആർക്കും എത്താത്ത വിധത്തിൽ കഴിവുകൊണ്ടും മികവുകൊണ്ടും മലയാളികളെ പിടിച്ചടക്കിയ അതുല്യ നടന്മാരിൽ എളുപ്പത്തിൽ ഒന്ന് കൃത്യമായിട്ടും മമ്മൂട്ടി തന്നെയാണ്. ഈ മമ്മൂട്ടിയിൽ കാണുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണ്? ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നു കരിസ്മ എന്നുള്ളത്, ആകർഷണീയത്വം, ഭയങ്കര പേഴ്സണാലിറ്റി അല്ലേ. അപ്പം ക്യാമറ വെക്കാൻ നേരത്ത് ഹി ഡോമിനേറ്റ്സ് ദ ഫ്രെയിം. നാഥൻ വൻപുലിമേലെ നമുക്കൊന്ന് ഈ ജന്മത്തെ ചിന്തിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അമ്മാതിരിയാണ്. ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഇതൊരു നടൻ ലോകത്തുള്ളത്. ഡിഫറെന്റ് ആയിട്ടുള്ള അഭിനയ പ്രതിമയാണ് മമ്മൂക്ക. അദ്ദേഹം എടുത്തിട്ടുള്ള സിനിമകൾ നോക്കി നമുക്ക് മനസ്സിലാവും. മൃഗയ്യ, പൊന്തന്മാട, ഒരുപക്ഷെ അത്തരം സിനിമകളൊന്നും വേറെ നടന്മാർ ചെയ്തിട്ടില്ല. തൻ്റെ ലുക്ക് തന്നെ മാറ്റിയിട്ട്, തൻ്റെ ശരീരഘടന തന്നെ മാറ്റിയിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള കഴിവ് അത് മമ്മൂക്കയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സിദ്ധി തന്നെയാണ്. നമുക്ക് ബാക്കിയും കൂടി കാണാം വീഡിയോ. എപ്പോഴും ലേറ്റസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും എന്നല്ല അർത്ഥം. അദ്ദേഹം വരുന്ന രീതിയിൽ ലേറ്റസ്റ്റ് ആയിട്ടാണ്. വേറൊരു കളിയില്ല. പുള്ളിയാണ് ഓൾ ടൈം സ്റ്റൈല്. எந்த காலகட்டத்தில் சீசன்ல எப்படிப்பட்ட படம் கொடுக்கணும் ரசிகர்களுக்கு அப்படின்றதுல ஆடி அவரு ഒരു ആവേശമാണ്. അടിന്റെ അടി എപ്പടി അടിക്കണം തെരിയുമാ പാരെ ാളികളെ ഒരു ക്യാരക്ടറിലേക്ക് പോകുമ്പോൾ നടത്തം മുതൽ എല്ലാം മാറണം. കോസ്റ്റ്യൂം മാത്രമല്ല മാറണം, നടത്തത്തിന്റെ ശൈലി, സംഭാഷണത്തിന്റെ ശൈലി എല്ലാം മാറണം. Shall I remind you something? It is unbecoming an officer. നാട് നേർക്കാൻ ശത്രു രാജ്യത്തിന്റെ പൈസ വാങ്ങി 100 കണക്കിന് നിരവരാതിലെ ചുട്ടുവന്നിലേവൻ. അവനെ പാതാതികേശം പ്രണമിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം പ്രാർത്ഥിക്കുന്ന അച്ഛന്റെ പഴയ ചങ്ങാതി, സഹപാഠി, മേലോഫീസർ, ദി പവർ ഹംഗ്രി റോട്ടൻ ബ്യൂറോക്രാറ്റ് ബാസ്റ്റർഡ്, റിട്ടയർഡ് എസ്പി മാരാ നിന്റെ കൊന്തോ. എന്റെ കൈയുടെ ചൂട് ഗവൺമെന്റിലുണ്ട്. പെട്രോളും കൂടി ഇന്റെ നേരെ വന്നാലുണ്ടല്ലോ തീയായിരിക്കും ഇവിടെ. തീ അന്ന് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പി, നിന്റെ IPS, അതിന്റെ അലങ്കാരങ്ങൾ, നക്സലൈറ്റ്സ്, ആലഭാരങ്ങൾ വെപ്പിക്കും നരേന്ദ്രൻ. താൻ പറിക്കും.
പഴംപറി പ്ലീസ് മൈൻഡ് അറിയാം. നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. ആയിരങ്ങളുണ്ടാ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുക്കം പോലും അറിയാതെ നിന്റെ പറ്റിയുണ്ട്. നീ എന്റെ അപ്പാവുടെ ജീവൻ എടുത്ത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചടാ. അന്തൊക്കെ പുറന്നാണെങ്കിൽ വെക്കടാ പെടി. നായിവനെ കൊല്ല ഉസുള്ള ആൺകുട്ടിയാണെങ്കിൽ വെക്കടാ. സൈമണച്ചോ, നമുക്ക് ആത്മക്കാരുടെ മണി അടിച്ചാലാ. ഹലോ, ഈ 72ാമത്തെ വയസ്സിലും കല്യാണം കഴിക്കാത്ത ചെയ്യാൻ നാണമില്ലേ? ഏതാ ഒരു പടം മമ്മൂട്ടി മാറ്റി നിർത്തി പറയാവുന്നത് ഇതൊരു മമ്മൂട്ടി ചിത്രം എന്ന് പറയാവുന്നത്? ഏത് പടാ ചെയ്യണേ? നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല ജെയിംസ്. ലാലേട്ടനാണെങ്കിലും മമ്മൂക്കാണെങ്കിലും എക്സ്പീരിയൻസ് കൂടി, പ്രായം കൂടി. അപ്പൊ അഭിനയത്തിൽ അവരുടെ കുറവ് വന്നിട്ടുണ്ടോ? കുറവ് നമ്മൾ പണ്ടത്തെ മോഹൻലാൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പിന്നെ എന്തിനാ പറയുന്നത്? ഒരിക്കലും പഴയ മമ്മൂക്ക തിരിച്ചു വേണം ഇങ്ങനൊരു ഡയലോഗ് കേട്ടിട്ടേ ഇല്ല. ഞാൻ കമ്പയർ ചെയ്ത് പറയാനുണ്ടോ? ലാലേട്ടന്റെ നമ്മൾ പഴയ പടങ്ങൾ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ കാണുമ്പോഴേക്കും നമുക്ക് എന്താ പറയാ, എന്താ പണ്ടത്തെ ആ സിനിമയിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ മമ്മൂക്കയുടെ അങ്ങനെയല്ല. അവസാന സിനിമയിൽ പുള്ളി അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഏറ്റവും ബെസ്റ്റ് മമ്മൂക്ക ഏതാന്ന് ചോദിച്ചാൽ ഈ കറന്റ് മമ്മൂക്കയായിരിക്കും. ആളുകളെ എന്റെ അടുത്ത് താളിക്കാൻ വന്ന ഭ്രാന്തൻ കുറിച്ചനാണ് വെട്ടിക്കിരി പട്ടിക്കിട്ട് കൊടുക്കുന്നത്. സൈക്കിളപ്പനെ കണ്ടപ്പോ നിന്റെ നാവറങ്ങി പോയി. സൈക്കിള് മുള്ളിയ മലയാള ഭാഷയെ ഞാൻ തന്റെ അടുത്ത് പറഞ്ഞതാണ് നമ്മുടെ കൂട്ടിയാ കൂടില്ലെന്ന്. ഗബറാവ് മത്തുന്ന കൊച്ചിയിലെ പിള്ളേരെ അറിയില്ല എന്നിട്ടാണ്. ആരെയോർത്തട പന്നി നീ പേടിക്കുന്നേ. പന്നിക്കിടന്ന് പറഞ്ഞാൽ എന്താന്ന് പൊക്കുകയെന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങ് പണിയുന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിനാണെങ്കിലും പൊക്കിയിരിക്കും. വള്ളോമ്പരം കലത്ത് കുട്ടിയാച്ചാൽ ശിക്ഷണ തല്ലുപിടിയില്ല മാസം ഉണ്ണി. അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണം നീ പറഞ്ഞെങ്കിൽ വരാൻ പോകുന്ന മക്കളോട്. ഇല്ലെങ്കിൽ പറപ്പിക്കാൻ പത്മശ്രീ ഭരത് മക്കളെ 3 നാഷണൽ അവാർഡ്, പത്മശ്രീ, ഡബിൾ ഡോക്ടറേറ്റ്, കൊച്ചിയുടെ 5 അഷ്ടദിക്കുകളും 5 സ്വരൂപത്തിൽ വാഴുന്ന ഈശ്വര സാക്ഷി. ഇന്ന് തുടങ്ങും നിന്റെയൊക്കെ രാത്രി. നിന്റെ ലഗ്നത്തിലും ചന്ദ്രനിലും മൃത്യു നിറഞ്ഞു നിൽപ്പുണ്ടാവും. ഒറ്റ പേര് മമ്മൂട്ടി. ആ പേരിന്റെ പിന്നിൽ വിജയുണ്ട് മോനെ. ഒരുപാട് അവഗണനയും പരിഹാസവും ഒക്കെ സഹിച്ച് നേടിയെടുത്തതാ ആ പേര്. പരാജയത്തിലെ കൂടെ ചവിട്ടുപടിയാണ് പോയിട്ടില്ല. ഞാനൊക്കെ എത്രയോ പരാജയപ്പെട്ടു. അപൂർവം ചില സമയത്ത് എല്ലാവർക്കും എപ്പോഴും ജയിക്കാൻ സാധിക്കും. പക്ഷേ ജയത്തിന് വേണ്ടി ശ്രമിക്കാതെ ഒരിക്കലും ജയിക്കില്ല. ഓരോ സിനിമാ മോഹിനിയും സ്വപ്നം പഠിപ്പിച്ചത് ഈ വലിയ മനുഷ്യനാ. അദ്ദേഹത്തിന് ഇനി ഒന്നും കൊടുക്കാനായിട്ടില്ല. കാരണം എല്ലാം തെളിയിച്ച് കഴിഞ്ഞു. അച്ചീവ്മെന്റ്സ് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി ലോകമുള്ളിടത്തോളം അദ്ദേഹത്തിന്റെ പേര് ലിപികളിൽ കേരള ഹിസ്റ്ററിയിൽ എഴുതപ്പെട്ടു കഴിഞ്ഞു. എന്ന് പറയുന്ന പ്രണയത്തെ ആ ഹൃദയത്തിലേക്ക് കുത്തിവെച്ച് തന്ന മനുഷ്യനാണ് അദ്ദേഹം. ട്രൂലി an ഇൻസ്പിറേഷൻ. സിനിമാക്കാർക്ക് മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ ബോക്സ് ഓഫ് ലൈഫിലും പ്രവർത്തിക്കുന്നവർക്ക് ഇൻസ്പിറേഷൻ. കഴിവറിഞ്ഞ് ഒരുപാട് പേരെ സഹായിക്കും. പടച്ചോന്റെ മനസ്സിലുള്ള ആളാണ്. ലക്ഷത്തിൽ ഒരാൾക്ക് പടച്ചോൻ അവന്റെ മനസ്സും സാറിന് അങ്ങനെ ദൈവമാണ്. അപ്പൊ നമ്മൾ
ഈ വീഡിയോ മാഷപ്പായിട്ടുള്ള വീഡിയോ ജോമിൻ ജോസഫിന്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ എടുത്ത് ചെയ്തത്. വളരെ സന്തോഷമാണ് മമ്മൂക്കയുടെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാം, മാഷപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആരവമാണ്, ഇങ്ങനെ അലയടിക്കുന്ന ആരവം. മമ്മൂക്കയുടെ പഴയ ചിത്രങ്ങൾ എടുത്ത് നോക്കിയാലും ഇപ്പോഴത്തെ ചിത്രങ്ങൾ എടുത്ത് നോക്കിയാലും പഴയ മമ്മൂക്കയെ കാണാൻ കിട്ടിയില്ല എന്നൊരു വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് വരില്ല. അതിന് കാരണം അദ്ദേഹം ചെയ്യുന്ന സിനിമകളുടെ വെറൈറ്റിയാണ്. അദ്ദേഹം വെറൈറ്റികൾക്ക് വേണ്ടിയിട്ട് പിന്നാലെ പായുന്ന ഒരു സിദ്ധിയുള്ളൊരു മനുഷ്യനാണ്. ഒരു അനുഗ്രഹത്തിൻ്റെ വലിയൊരു നടനമാണ് മമ്മൂക്ക. മമ്മൂക്കയെക്കുറിച്ച് നമ്മൾ മോശമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ട് ഉദ്ദേശിച്ച ഒരാൾ വേദിയിൽ വരുന്നുണ്ടെങ്കിൽ അയാൾ മമ്മൂക്കയുടെ ചിത്രങ്ങളെയും അഭിനയ സിദ്ധിയെയും അഭിനയ പ്രതിഭയെയും തൊട്ടറിയാത്തൊരു മനുഷ്യനായിരിക്കുമെന്ന് നമുക്ക് രേഖപ്പെടുത്തി അടയാളപ്പെടുത്തി പറയാൻ സാധിക്കും. കാരണം അത്രയേറെ മികവാണ് മമ്മൂക്ക പുലർത്തിയിട്ടുള്ളത് മലയാള സിനിമയിൽ. അദ്ദേഹം മലയാള സിനിമയിൽ ചെയ്തു വെച്ച വേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തതയുടെ ആൾരൂപമായി മാറുകയായിരുന്നു. അപ്പോൾ മമ്മൂക്കയ്ക്ക് വേണ്ടി എല്ലാ ആശംസകളും നേരുന്നു. ഇപ്പോഴും ആ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു പരിമിതികളും അദ്ദേഹത്തിനെ തളർത്താതെ മുന്നോട്ട് പോകുന്ന ആ നടന് ഇനിയും നിറയെ ചിത്രങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ മമ്മൂക്ക ഫാൻസിനും വേണ്ടി ഞാൻ എൻ്റെ ഈ വീഡിയോ സമർപ്പിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.